ആമസോണെ പോലെ ഡെലിവറിയുടെ കാര്യത്തിൽ പ്രോമിസ് ചെയ്യുന്ന വേറെ ഏത് കമ്പനിയാണുള്ളത്? ആമസോൺ പറയുന്നത് റിസ്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഞങ്ങൾക്ക് വന്ന അത് ആ കൺസെപ്റ്റ് ശരിയാണോ? അവന്റെ വണ്ടി ഓടിയിലിരിക്കും ആമസോണിന്റെ അന്നത്തെ ദിവസം. ആമസോണിന്റെ ഷർട്ട് ഇട്ട് ആമസോണിന്റെ സൈനുള്ള വാൻ ഓടിക്കുന്ന ആള് ആമസോണിന്റെ എംപ്ലോയി ആണോ അതോ വേറെ ആരെങ്കിലും എംപ്ലോയി ആണോ? സോ നമ്മുടെ മേയർ മംദാനി ന്യൂയോർക്കിലെ ഒരു റെവല്യൂഷൻ കൊണ്ടുവരാൻ ഭാഗത്തിന് അത്രയും കേപ്പബിലിറ്റി ഇല്ല, അത്രയും പോളിസി വ്യത്യാസമായിട്ട് ഉള്ള ഒരാളാണ് മംദാനി. അപ്പം മംദാനിയുടെ റീസെൻ്റ് ആയിട്ട് പുള്ളിയുടെ ഒരു വീഡിയോ കുറച്ച് ഒരുങ്ങി വന്നൊരു 1.5 മില്യൺ അടുത്തെന്തോ ഇപ്പോൾ ലൈക്സും സംഭവം തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ പുള്ളി പറയുന്ന സംഭവം ഇത്രയാണ്: ആമസോൺ വർക്കേഴ്സിന് ഇനി മുതൽ ആമസോൺ ഡ്രൈവേഴ്സിന് ഇപ്പം നിലവിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സാണ്. 1099 എന്നൊക്കെ പറയുമെന്ന് വെച്ചാൽ അവരുടെ ടാക്സ് ഫോം. അവർക്ക് കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. കാര്യം അവർക്ക് ടാക്സും സംഭവങ്ങളും അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ സാധാരണ ഒരു വർക്കർ ചെയ്യുന്ന പോലെ പേ ചെയ്യേണ്ട. അവർക്ക് സ്വന്തം സ്കെഡ്യൂൾ ഇല്ലെങ്കിൽ നമ്മൾ അവരെപ്പോൾ വർക്ക് ചെയ്യുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏതൊക്കെ ദിവസങ്ങൾ ഓഫ് എടുക്കുന്നൊക്കെ അവർക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ അവർക്ക് ബെനിഫിറ്റുകളും ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെൽത്ത് കവറേജ്, അവർക്ക് അവരുടെ പെൻഷൻ, ആനുവൽ പെൻഷൻ, അങ്ങനെ കുറേ കമ്പനികളില്ലെങ്കിൽ പെയ്ഡ് വെക്കേഷൻസ്, അങ്ങനെ കിട്ടുന്ന ബെനിഫിറ്റുകളൊന്നും അവർക്ക് കിട്ടാറുമില്ല. അപ്പോൾ മംദാനി പറയുന്നത് അത് ശോകമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ബാക്കി എല്ലാ വർക്കേഴ്സിനെ പോലെ തന്നെ ബെനിഫിറ്റ് കിട്ടുന്ന കാര്യം ഇവർ ആമസോണിൻ്റെ ഡെലിവറിയാണ് ചെയ്യുന്നത്, അവർ ആമസോണിൻ്റെ ഡ്രസ്സിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എഗ്രി ചെയ്യുന്നോ ഡിസഗ്രി ചെയ്യുന്നോ എന്തുകൊണ്ട് ആ ഒരു ഡിബേറ്റാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇത് നമുക്ക് വൈശാഖിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പം മെയിൻ പ്രശ്നം ഇവിടെ എന്ന് പറയുന്നത് എല്ലാ ആമസോണിൻ്റെ ഒരു പിക്ചറിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആമസോൺ ഡെലിവറി കൺട്രോൾ ചെയ്യും, ആമസോൺ ആ എംപ്ലോയിനെ കൺട്രോൾ ചെയ്യും, ആ വാനിനെ കൺട്രോൾ ചെയ്യും, റൂട്ട് കൺട്രോൾ ചെയ്യും, അവരുടെ ടൈമിംഗ് കൺട്രോൾ ചെയ്യും, എല്ലാം കൺട്രോൾ ചെയ്യും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ആമസോണിൻ്റെ അടുത്തൊരു ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആമസോൺ പറയും നിങ്ങൾ എൻ്റെ എംപ്ലോയി അല്ല, നിങ്ങൾ ഏജൻസിയുടെ എംപ്ലോയി ആണെന്ന് പറയും. സോ അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം ഫുള്ളും ഉണ്ടാകുന്നത്. അപ്പം ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ശരിയല്ല. കാരണം പക്ഷേ അതിൻ്റെ ഒരു വേറൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാണ്ട് ഇതിന് വേറൊരു വഴിയില്ല എന്നുള്ളത്. കാരണം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യണേ, അവിടെ ഇത് ഇവർ DSP ഡെലിവറി സർവീസ് പാർട്ട്നേഴ്സ് ചെയ്യുന്നത്. അവരൊരു ഓൾറെഡി ഒരു കോൺട്രാക്ട് വെക്കുന്നുണ്ട്, രണ്ട് കമ്പനിയും കൂടെ. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അത് അഗ്രി ചെയ്തിട്ടാണല്ലോ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതിലെന്താ പ്രശ്നം? അവർ എഗ്രി ആയിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് ഇവരെ ഡെലിവറി അവരെ ഏറ്റെടുക്കുന്നു, അവിടെ കൊണ്ട് കൊടുക്കുന്നു. ആക്സിഡൻസ് അല്ലെങ്കിൽ കവറേജസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് നോക്കിക്കോളാം, ആ DSP ഞങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് അവർക്ക് ഓക്കെ അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം എംപ്ലോയീസിനെ, വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ, വാൻ ഓടിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. കാരണം അവർക്ക് സാലറി കൊടുക്കുന്നത് ഈ ഏജൻസിയാണ്. ഇപ്പം നീ പറഞ്ഞല്ലേ, ലെറ്റ്സ് സേ 1, 2, 3 ഏജൻസി ഉണ്ടെന്ന് ഓർത്തോ. ഇവരെല്ലാം ഇപ്പം പറയാനാണെങ്കിൽ 3 അല്ല, ഓൾ ഓവർ നമ്മുടെ ഈ ഒരു മൊത്തത്തിൽ നോക്കിയാൽ തന്നെ ആമസോണിൻ്റെ ഒത്തിരി ഇതുപോലെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഡെലിവറി ഏജൻസീസ് ഉണ്ടാവും. അപ്പോൾ ഈ 3 ഏജൻസിക്ക് ആമസോൺ ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത്. അതിൽ ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏജൻസി എംപ്ലോയി എന്തുമാത്രം പേ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ബേസിലാണ്. എല്ലാ ഏജൻസിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ട്, ഏറ്റവും കുറഞ്ഞ ആർക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളത്. അതാകുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഏജൻസിക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, എംപ്ലോയീസിന് കുറച്ച് പൈസ കൊടുത്താലും മതി. പക്ഷേ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് ഫുള്ള് ആമസോണിൻ്റെ സ്ട്രക്ചറിലാണ്, മനസ്സിലായി? അപ്പോൾ അവർ അണ്ടർ പെയ്ഡ് ആണ്, അവർക്ക് ആ പെയ്യുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല, പേ കൂട്ടി കിട്ടത്തുമില്ല. പക്ഷേ അവർ എല്ലാം സഹിക്കും, ക്ഷമിക്കുകയും ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യും വേണം. അതാണ് ഇവിടെ മെയിൻ പ്രശ്നം. ഇവിടെ ഒരു എംപ്ലോയിക്ക് അണ്ടർ പെയ്ഡ് ആണ്, എംപ്ലോയി അണ്ടർ പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് DSP അല്ലേ നോക്കണ്ടേ? അതാണ് പറയുന്നത്. അതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മംദാനി എന്തിനാണ് ഇത് ആമസോണിന്റെ തലയിടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അവർ ആമസോൺ ആൾക്കാരല്ലേ, ആമസോണിന്റെ അവരുടെ വാഗൺ ഇട്ടില്ലേ ഫുൾ ആമസോൺ ഒട്ടിച്ചോണ്ട് പോകുന്നത്. അവർ ഡ്രൈവേഴ്സ് ആണെങ്കിൽ ആമസോണിന്റെ വെസ്റ്റ് ഇട്ട് ആമസോണിന്റെ പാക്കേജസ് ഡെലിവറി ചെയ്യുമ്പോൾ അതിന്റെ അവർ ആമസോൺ അല്ലെന്ന് പറയുന്നത്. അങ്ങനെ ആമസോൺ അത് പറയാൻ പറ്റും, കാരണം അത് റീബ്രാൻഡിംഗ് എന്ന് പറയും. അതിന് ഇപ്പൊ റീബ്രാൻഡ് ആയില്ലല്ലോ, ആമസോൺ ആണല്ലോ ബ്രാൻഡ്. അല്ല, റീബ്രാൻഡിംഗ് എന്ന് പറയാം. DSP വേറെ കമ്പനിയാ, വേറെ പേരാ. അതിന് റീബ്രാൻഡിംഗ് തന്നെ പറയുന്നത്. ഇപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇവിടുന്ന് ചിക്കൻ പോകും, ചിക്കൻ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ വേറെ പേരിലാണ് എത്തുന്നത്, ഈ പേരിലല്ല എത്തുന്നത്. പലയിടത്ത് പോകുമ്പോൾ പല പേരിലാണ്. ഇവിടെ നിന്ന് പറയുമ്പോൾ മേപ്പിൾ ലോഡ്ജ് ചിക്കൻ പോകുമ്പോൾ അവിടെ പല പേരിലാണ് എത്തുന്നത്. ഇവിടുന്ന് തന്നെ ചിക്കൻ പേര് മാറുന്നുണ്ട്, ഒരാൾ മേടിച്ചാൽ പേര്. പക്ഷെ ആമസോണിന്റെ അങ്ങനല്ല, ആമസോണിന്റെ ആമസോൺ തന്നെ. ആമസോണിന്റെ പോകുന്നതോട്ട് നമ്മുടെ എത്തുന്നവരെ ആമസോണാ, ഫുൾ ആമസോണാ. പക്ഷെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ആളല്ലെന്ന് അവർ പറയുന്നത്, നിങ്ങൾ ഞങ്ങളോട് ഒരു ബന്ധമില്ലെന്ന് അവർ പറയുന്നത്. പക്ഷെ അത് അവര് എഗ്രി ചെയ്തിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ട് അങ്ങനെ ഇപ്പൊ നമ്മള് ചെയ്യുവാന്നുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ ആ പേരെടുക്കുന്നു. അപ്പൊ നമ്മൾ സമ്മതിക്കുകയാണ്, ഇതിനകത്ത് എന്ത് പ്രശ്നം വന്നാൽ നമ്മൾ അങ്ങനെ വെറുതെ പേരെടുക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഇതില്ലാതെ കോൺട്രാക്ട് ഇടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആമസോണിന് ചെയ്യാൻ പറ്റത്തില്ലടാ. കാരണം ഇന്ന് ആലോചിക്കുക, ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടാണ് ആമസോണിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഡെലിവറി ചെയ്താൽ
നാളെ സാധനം വീട്ടിൽ വരും. സാധനം വീട്ടിൽ വരും. അങ്ങനെ നടക്കണമെങ്കിൽ ആമസോൺ ഒരിക്കലും ഇത്ര വാനും മേടിച്ച് ഇത്ര ആൾക്കാരെ എംപ്ലോയ് ചെയ്ത് അവർക്ക് ഇതും കൊടുത്ത് ആമസോണിന് മുതലാകത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ഏജൻസീസ് വരുന്നത്. അപ്പം ഇതുപോലുള്ള ഏജൻസി വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവും. കാരണം ഏജൻസിക്ക് കോൺട്രാക്ട് കിട്ടണം. ഏജൻസിക്ക് കോൺട്രാക്ട് കിട്ടണമെങ്കിൽ ഏജൻസി നല്ലൊരു ബിഡ് ആമസോണിന് സബ്മിറ്റ് ചെയ്യണം. അത് ഈ പല പല ഏജൻസികൾ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് അത്. അപ്പം അവർ അതനുസരിച്ച് ആമസോണിന് ഇത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആമസോൺ അതനുസരിച്ച് പറയും ഓക്കെ നിങ്ങളുടെ സംഭവം കൊള്ളാം, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നു, നിങ്ങൾ വാന് വർക്കിക്കോ, ആൾക്കാരെ ഹയർ ചെയ്തോ. പക്ഷേ വേറെ പ്രശ്നം പറഞ്ഞാൽ ഈ വാനിൻ്റെ അകത്ത് ആൾക്കാർ മെയിനായിട്ട് പറയുന്നത് ചൂടുള്ളപ്പോൾ അവർക്കൊന്നും ഇടയ്ക്ക് AC ഇടാൻ അതുപോലും ഇല്ല, അതൊന്നും വർക്കിംഗ് അല്ല. പിന്നെ വർക്കിംഗ് അവേഴ്സിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഒന്ന് വാഷ്റൂമിൽ പോകാനുള്ള സമയം പോലില്ല. കാരണം റൂട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ആമസോണാണ്. ആമസോൺ അത്രയും എന്താ പറയുക പാടായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ബ്രേക്ക് എടുക്കാനുള്ള സമയം പോലില്ല. കാരണം ഇവർക്ക് ടാർഗറ്റാണ് ഇത്ര ദിവസത്തിൽ ഇത്ര സംഭവങ്ങൾ തീർക്കാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അണ്ടർലൈൻ പ്രശ്നങ്ങളെല്ലാം കവർ ചെയ്യേണ്ടത് നീ പറഞ്ഞ പോലെ ആ ഏജൻസിയാണ്. പക്ഷേ അവർക്ക് ചെയ്യാൻ മാത്രമുള്ള സെറ്റപ്പ് ഏജൻസിക്ക് ഇല്ല. ഒന്നെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആമസോൺ ഏജൻസിക്ക് ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് മണി പേ ചെയ്യണം. എന്നിട്ട് പറയണം ഇതായിരിക്കണം നിങ്ങളുടെ കോൺട്രാക്റ്റിൻ്റെ പൈസ, പക്ഷെ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എംപ്ലോയേഴ്സിന് അറ്റ്ലീസ്റ്റ് ഇത്ര $എങ്കിലും കിട്ടണം. ഇപ്പോൾ ഏജൻസി തീരുമാനിക്കും. ഏജൻസി പറയും $19 ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $19 ആൾക്ക് കിട്ടത്തുള്ളൂ. അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു കാര്യമില്ല അതിൽ. പക്ഷേ മീൻവൈൽ അവർ അതിൻ്റെ ബാക്കിലൂടെ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഈ കോൺട്രാക്റ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. സോ മനസ്സിലായില്ല, എക്സ്പ്ലോയിറ്റേഷൻ മനസ്സിലായില്ലേ? അത് മനസ്സിലായി. അവിടെ ഈ പറഞ്ഞ ഈ കമ്പനികൾക്ക് ഈ കോൺട്രാക്ടേഴ്സിനാണ് ഈ ഡെലിവറി പാർട്ട്നേഴ്സിനാണെങ്കിൽ കൂടി അവർക്ക് വെക്കേഷൻ ആണെങ്കിൽ ഒരു 300% വരെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അവർ. വെക്കേഷൻ അല്ലാത്തപ്പോൾ 150% വരെ അത്രയും ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്ര ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 15 ഇപ്പോൾ എത്ര മണിക്കൂർ എത്ര മണിക്കൂർ ഷിഫ്റ്റ് ഉണ്ടാവും? ഒരു 10 10 hour ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊരു കുറച്ച് ബ്രേക്ക് ഒപ്പിച്ച് കൊടുക്കാം. 15 മിനിറ്റ് ബ്രേക്ക് ഒപ്പിച്ച് കൊടുക്കാനുള്ളതൊന്നും ആ പാർട്ട്ണർ. ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഇവിടെ ഒരു ആമസോൺ വേണ്ട, റെഗുലർ ആയിട്ടുള്ള വെയർ ഹൗസിൽ നമ്മളൊരു ഏജൻസി ത്രൂ പോവുക. നമ്മളെ കമ്പനി ഇതുവരെ ഹയർ ചെയ്തിട്ടില്ല, നമ്മൾ സ്റ്റിൽ ആ ഏജൻസി ത്രൂ വർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആ കമ്പനി നമുക്ക് ഹയർ ആയി കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മുടെ പേ കൂടും. കാരണം ഏജൻസിയുടെ കട്ടിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ അപ്പം ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആൾക്കാർക്ക് പൈസ കിട്ടുന്നത്. അപ്പം ഏജൻസി എന്ന് പറഞ്ഞൊരു സാധനം അവിടെ വർക്ക് ചെയ്യുന്നതിന് ഇതുകൊണ്ടാണ് അവർക്ക് കമ്മീഷൻ മേടിക്കാൻ വേണ്ടി. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ ഈ സംഭവം പോസിബിളും അല്ല. അതെന്താ ആമസോണിന് ചെയ്താൽ എന്താ കുഴപ്പം? ആമസോൺ അഫോർഡബിൾ അല്ല. ആമസോൺ കാര്യങ്ങളും $1 ട്രില്യൺ കമ്പനിക്ക് അഫോർഡബിൾ അല്ലെന്നാണ് പറയുന്നത്. അത്ര എഫിഷ്യന്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കമ്പനിക്ക് അവർക്ക് തുടങ്ങിക്കൂടെ? ഇങ്ങനെ സംഭവം എന്തായാലും ചെയ്യുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അതാണ് ഒന്നെങ്കിൽ അവർ ആ ലൂപ്പ് ഹോളിനെ മിസ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ അവർക്ക് വർക്കേഴ്സിനെ കുറച്ചും കൂടെ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്തൂടെ? ലൈക്ക് വലിയൊരു അത്യാവശ്യം ചെറിയ എമൗണ്ട് അല്ല അവരുണ്ടാക്കുന്നത്. അവർക്ക് ഡെയിലി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ബില്യൺസ് അവർക്ക് തിരിഞ്ഞു പറയുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് ഈ ഇപ്പോൾ ഫ്ലെക്സ് ഡ്രൈവേഴ്സിന്റെ കേസിൽ അവർക്കും എന്തൊക്കെ പ്രശ്നം. ഇതുപോലെ അവർ ഊബർ പോലെ ഇപ്പോൾ സെറ്റപ്പ്. അതായത് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ആമസോണിൽ എംപ്ലോയിഡ് അല്ല, അവർ ഇതുപോലെ കോൺട്രാക്ടേഴ്സാണ്. ഊബറിൻ്റെ കേസ് പോലെ തന്നെ. അപ്പം അവർക്കിത് എപ്പോൾ വേണമെങ്കിലും ഓഫ് എടുക്കാം, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവർക്ക് ബെനിഫിറ്റ്സ് ഇല്ല, ആമസോണിൻ്റെ കാര്യങ്ങളായിട്ടുള്ള ഒരു സാധനമില്ല. പക്ഷെ സ്റ്റിൽ അവർ ഡെലിവറി ചെയ്യുന്ന അവരുടെ സ്വന്തം വണ്ടിയിൽ ഗ്യാസിന് പെട്രോൾ അത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പോലും ആമസോൺ ഒന്നും ചെയ്യത്തില്ല, സ്വന്തം റെസ്പോൺസിബിലിറ്റിയാണ്. അതെ, കോൺട്രാക്ടർ ആണെങ്കിൽ. പക്ഷേ ഏജൻസിയുടെ കേസിൽ പെർക്സ് ഉണ്ട്, പക്ഷേ ആമസോണിൻ്റെ പെർക്സ് കിട്ടില്ല. അതാണ് വേറെ പ്രശ്നം. ആമസോണിൻ്റെ പെർക്സ് കിട്ടില്ല, ആമസോൺ റെഗുലർ ഒരു എംപ്ലോയിക്ക് പേ ചെയ്യുന്ന റേറ്റും കിട്ടും. ആമസോൺ ഇതൊക്കെ പക്ഷേ ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അത് എനിക്കറിയില്ല അതെങ്ങനെ അവർക്ക് വർക്ക് ആവുന്നത്. ആമസോൺ അച്ചീവബിൾ ആണോ? ആമസോൺ അച്ചീവബിൾ എന്ന് വെച്ചാൽ ആമസോൺ $1 ട്രില്യൺ കമ്പനിയാണ്. അവർക്ക് പക്ഷെ അതിലൊരു പ്രശ്നം ഇപ്പോൾ ലെറ്റ്സ് ഒരു റെസ്റ്റോറൻറ്റ് റൈസ് പുറത്തുനിന്ന് മേടിക്കുന്നുണ്ട്. പക്ഷേ റൈസിൻ്റെ അണ്ടറിൽ ചിലപ്പോൾ അത് അവർ ചീപ്പ് ലേബർ ആയിരിക്കും. പക്ഷേ അതേപോലെയാണല്ലോ ഇപ്പോൾ ആമസോൺ എല്ലാത്തിലും കയറി തലയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആമസോണിൽ ഇത്ര എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഇപ്പോൾ അവർ ഇത്രയും വണ്ടി മാനേജ് ചെയ്യണം, അതിൽ ഏതെങ്കിലും ഒരു വണ്ടി കേടായിപ്പോയി ഒരു ദിവസം, അവർക്ക് ഇത്രയും പേർക്ക്. പക്ഷേ അപ്പോൾ ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ വണ്ടിയുടെ കമ്പനിയാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ആ ഒരു ഫീൽഡിൽ നോളേജ് ഉണ്ട്. അവർക്ക് കുറച്ചും കൂടെ പൈസ കൂട്ടി കൊടുക്കണം, അവർക്കത് സെറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ സ്വന്തമായിട്ട് ചെയ്യണ്ട, ഇതിൽ പൈസ ചെയ്യിപ്പിക്കുന്നവരെ കൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യിപ്പിക്കണം. ഞാൻ പറയട്ടെ, ഞാനൊരു ആമസോണിൻ്റെ ഇങ്ങനത്തെ ഒരു വാൻ്റെ പുള്ളിയായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർ ആമസോണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ $3 പെർ സ്റ്റോപ്പിന് $3 എന്ന് പറഞ്ഞാൽ നല്ല പേ കൊടുക്കുന്നത്. അതിൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി വാൻ ഓണർ ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ $1.5 പുള്ളി വയ്ക്കും, $1.5 ഡ്രൈവറിന് കൊടുക്കും പെർ സ്റ്റോപ്പ്. അതൊരു നല്ല പേ ആണ്. അപ്പോൾ $1.5 പെർ സ്റ്റോപ്പ്.
ഒരു റൂട്ടിൽ ചിലപ്പോൾ 100-150 സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ $200-250 ഡ്രൈവർ ഉണ്ടാക്കി. പുള്ളിക്ക് ഗ്യാസ് നഷ്ടമില്ല, പുള്ളിയുടെ വണ്ടി നേരെ ഓടിയാലാ ഒരു മണിക്കൂറിൽ 10 സ്റ്റോപ്പിൽ കൂടെ എന്തായാലും ഓടാൻ പറ്റത്തില്ല. അത് മാക്സിമം. അത് എത്ര അതിൽ കൂടെ എന്തായാലും ഓടാനൊക്കത്തില്ല. പക്ഷെ 100 സ്റ്റോപ്പ് കവർ ചെയ്തു. അത് എത്ര നേരം ഉണ്ട്? 10 മണിക്കൂർ കൊണ്ട് ചത്ത് പണിയെടുത്ത് കഴിഞ്ഞാൽ അത് എത്ര $15 വേറെ ആമസോണിന്റെ ഓവർനൈറ്റ് ഡെലിവറി അല്ല, ആമസോണിന്റെ ഇത് രാവിലെ ഡെലിവറിയാണ്. ആമസോണിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ബ്രാംപ്ടണിലൊക്കെ എസ്പെഷ്യലി ഒരു സ്ട്രീറ്റിൽ തന്നെ മിക്ക വീട്ടിലും ഡെലിവറി ഉണ്ട്, എല്ലാ ദിവസവും തന്നെ ഉണ്ട്. ചിലപ്പോൾ ഒരു സ്ട്രീറ്റിൽ കയറുമ്പോൾ അവിടെ 4 ഉണ്ടായിരിക്കും. അപ്പോൾ ആ 4 ചെയ്യുമ്പോൾ പുള്ളി അത്രയും പൈസ ഉണ്ടാക്കി. അങ്ങനെ അത്ര ഇതുമല്ല. ആമസോൺ അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റോപ്പിന്റെ എണ്ണം ഡബിളായിട്ട് കൂട്ടും ഇതുപോലെ കവർ ചെയ്യാൻ പറ്റുമെങ്കിലും അത് നോർമൽ കോമൺ സെൻസ് ആണ്, അത് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഈ പ്രശ്നമാണെങ്കിലുണ്ടല്ലോ, ഇത് ന്യൂജേഴ്സിയിൽ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ഇതുവരെ പ്രൂവണ ഇതൊന്നും അല്ല, ജസ്റ്റ് ഇവർ കുറേ കാര്യങ്ങൾ ഇതുപോലെ പറയുന്നത്. ആമസോണിൻ്റെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, ഡ്രൈവേഴ്സ് വന്ന് 1-2 പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ പക്ഷേ ഇതൊന്നുമല്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അണ്ടർലൈൻ പ്രശ്നങ്ങളുണ്ട്. ഇതിനെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും റൂൾ മാറ്റിയാൽ തന്നെ ആമസോൺ പറയും എന്നാൽ ഞങ്ങൾ ഇനി ന്യൂയോർക്കിൽ ഡെലിവറി ചെയ്യുന്നില്ല എന്ന് പറയാം. അതാണ് വേറെ പ്രശ്നം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ന്യൂയോർക്കിന് വലിയൊരു, പക്ഷേ ന്യൂയോർക്ക് അവിടെ പക്ഷേ വേറെ ഓപ്പർച്യൂണിറ്റി വരുമോ വേറെ ആർക്കും പുതിയ തുടങ്ങണമെങ്കിൽ? പക്ഷേ ആമസോൺ അവിടെ ഇല്ലല്ലോ, കമ്പീറ്റ് ചെയ്യാൻ ആമസോൺ അവിടെ ഇല്ല ന്യൂയോർക്കിൽ. ആമസോൺ ന്യൂയോർക്കിന് പുറത്ത് വർക്ക് ചെയ്യും, ന്യൂയോർക്ക് വർക്ക് ചെയ്യത്തില്ലെന്നേ പറയുള്ളൂ. അതാ പറഞ്ഞത്, ന്യൂയോർക്ക് സ്റ്റിൽ അവർ വേണേൽ ഡെലിവറിയും ചെയ്യും. പക്ഷേ ന്യൂയോർക്ക് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ന്യൂയോർക്ക് ചെയ്യുകയാണെങ്കിൽ പുള്ളി പറയുന്നത്, ന്യൂയോർക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി തൊട്ട് അങ്ങനെ എല്ലാവർക്കും എംപ്ലോയീസിനെ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് മമതാനി പറഞ്ഞാലോ. എങ്ങനെ ന്യൂയോർക്കിൽ ആമസോണിന്റെ ഡ്രൈവേഴ്സിനൊക്കെ ഞങ്ങൾക്ക് ന്യൂയോർക്ക് ചെയ്യേണ്ടെന്ന് പറയും. അപ്പൊ ആമസോൺ ന്യൂയോർക്കിൽ നിന്ന് പോയി, അപ്പൊ അവിടെ വേറെ ആർക്കും ഒന്നുകൂടെ വേറെ ആര് വരും? ആമസോണിന്റെ കൺവീനിയൻസിൽ വേറെ ആര് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വരാലോ. അതാണ്. അപ്പൊ ആമസോൺ വന്നില്ല, അതുപോലെ ഇപ്പൊ ആമസോണിന്റെ എങ്ങും കമ്പീറ്റ് ചെയ്യാമല്ലോ. പക്ഷെ അവിടെ ആമസോൺ ഇല്ല. ആമസോൺ ഇല്ലെങ്കിൽ വേറെ തുടങ്ങിക്കൂടെ? അത് തുടങ്ങേണ്ടവരൊക്കെ തുടങ്ങും, അതിപ്പോ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. തുടങ്ങേണ്ട ആൾക്കാരുണ്ടെങ്കിൽ തുടങ്ങും 100%. പക്ഷേ എത്ര നാളെടുക്കും ഒരു ആമസോൺ ലെവലിലൊക്കെ എത്താൻ? ആമസോൺ ലെവലിൽ എത്താൻ പറ്റൂല എന്തായാലും. പക്ഷേ ന്യൂയോർക്ക് മാത്രം കിടന്ന് കളിക്കാൻ ഞാൻ പറഞ്ഞ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ, ആമസോൺ കൊടുത്ത ആൾക്കാർക്ക് ഇത്ര നാളും കൊടുത്ത കൺവീനിയൻസ് ഡേ 1 തൊട്ട് കൊടുക്കാൻ പറ്റണം, എന്നാലേ ആൾക്കാർ അങ്ങോട്ട് പോകത്തുള്ളൂ. അത് പെതുക്കെ ഉള്ള പേഷ്യൻസ് ഇവിടെ ആർക്കും ഇല്ല. ഇപ്പൊ ഇന്ന് ഓർഡർ ചെയ്ത നാളെ സാധനം പറയാന്നുള്ള സെറ്റപ്പ് അത് എല്ലാവർക്കും അങ്ങനെയാണ്. അത് അത്രയും കൺവീനിയന്റ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആൾക്കാരെ ചിലപ്പോൾ പ്രശ്നം. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇവിടെ ആരെ ബ്ലെയിം ചെയ്യണ്ടേ? നമ്മൾ കസ്റ്റമേഴ്സിനെയാണോ ബ്ലെയിം ചെയ്യേണ്ടത്? കാരണം നമ്മുടെ കൺവീനിയൻസ് കൂടുന്നോണ്ടല്ലേ ആമസോൺ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പം നമ്മളെ ബ്ലെയിം ചെയ്യണം. ഇപ്പം നമുക്ക് ഇപ്പം ഈവൻ പ്രൈം തന്നെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ തരുന്നുണ്ട് ചില ഡെലിവറിയുടെ അടിയിൽ, നാളെ വേണോ അതോ 2 ദിവസം കഴിഞ്ഞ് വേണമെന്ന്. എല്ലാവരും നാളെ വേണമെന്ന് പറയത്തുള്ളൂ, ആരും 2 ദിവസം കഴിഞ്ഞ് വേണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ആരും പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ആമസോണിനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യിക്കുന്നത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ. പക്ഷേ ആമസോൺ അങ്ങനെയെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻ വെക്കാതിരുന്നാ പോരെ? ഏതാ നാളെ വേണ്ട മറ്റന്നാൾ മതി എന്നൊക്കെ അവർക്ക് ഓപ്ഷൻ വെച്ചാൽ പോരെ? നാളെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടല്ലേ. അതാണല്ലോ, അവിടെയാണല്ലോ. അപ്പൊ ആമസോണിൽ സാധനം മേടിക്കണ്ടേ? സെയിം ഡേ ഡെലിവറി ഒക്കെ തുടങ്ങിയിട്ട് എത്ര കാലം? അധികം കാലം ഒന്നും ആയിട്ടില്ല. അതിന് മുമ്പേ ആണെങ്കിൽ 3-4 ദിവസം വെയിറ്റ് ചെയ്തേ സാധനം കിട്ടത്തുള്ളായിരുന്നു. ആമസോണിന്റെ പ്രോഫിറ്റും ആമസോണിന്റെ എക്സ്പാൻഷനും കൂടിയത് എവിടെയാ? ആമസോൺ പ്രൈം വന്നപ്പോഴും ആമസോൺ സെയിം ഡേ ഡെലിവറി വന്നപ്പോഴും അതിനനുസരിച്ച് കാശ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും പണ്ട് ആമസോണിന്റെ ഡെലിവറി ഒക്കെ ഭയങ്കര ഷോക്കായിരുന്നു. ഇപ്പം എനിക്കറിയില്ല, പക്ഷേ അന്നേരം ഫ്ലിപ്കാർട്ടൊക്കെ നല്ല ഡെലിവറിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നമ്മൾ 2017-18 എനിക്ക് ആമസോൺ അത്രയും ഇതല്ല. പക്ഷെ ഇപ്പം നോക്കിക്കേ, ഇപ്പം ആമസോണിൻ്റെ പക്ഷേ അതാ പറഞ്ഞു, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് അതിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സമയറേനെയൊക്കെ പറയുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താൽ വിത്തിൻ മിനിറ്റ്സിൽ സാധനം വരുമെന്ന്. മറ്റേ അതിപ്പോൾ ഇപ്പോഴാണ് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത്. ആമസോൺ കാര്യങ്ങൾ അത് നേരത്തെ ചെയ്യാൻ തുടങ്ങിയത്. അവർ ആൾക്കാരെ കൺവീനിയൻ്റ് ആക്കി. കൺവീനിയൻസ് കൂടുമ്പോൾ ബാക്ക് എൻഡിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം എനിക്കറിയില്ല ആരും ഇവിടെ ബ്ലെയിം ചെയ്യണമെന്ന്. പക്ഷെ അവർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ, 100% പോസിബിൾ ആയിട്ടുള്ള കാര്യം. അല്ലാതെ അത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഇത്, വർക്കേഴ്സിനെ കുറിച്ച് ഫെയറായിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളത്. സോ ഇതിലിപ്പോൾ എൻ്റെ തോട്ട്സ് പറയുവാണെങ്കിൽ, ഇതിലിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആംഗിൾ നമ്മൾ മിസ് ചെയ്യുന്നത് എനിക്കൊന്ന് ആമസോൺ സ്റ്റിൽ പേ ചെയ്യുന്നുണ്ട്. ഒരു എംപ്ലോയിനെ ഹയർ ചെയ്ത് അവർ പേ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അവർ പേ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കമ്പനികൾക്കാണ്, DSPക്കൊക്കെ. മോർ ദാൻ കോസ്റ്റ് കട്ടിങ് അവർ ചെയ്യുന്നതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ നാളെ ആമസോണിൻ്റെ വണ്ടി ഇതിൽ കൂടെ ഓടിപ്പോവാ, ബെൻസ് ബാൻ ഇടിച്ചു. ബെൻസ് ബായ്ക്ക് ഒന്നെങ്കിൽ ആമസോണിന് സൂയിത ബെൻസ് ബായ് ചോദിക്കുന്ന പൈസ കിട്ടണം. ഇപ്പോൾ ബെൻസ് ബായ്ക്ക് സൂയാൻ വരുന്ന ആമസോൺ പറയും ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളല്ല വണ്ടി ഓടിക്കുക. അത് ആമസോണിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ കറക്റ്റാണ്. കാര്യം ഒരുത്തൻ വണ്ടി ഓടിക്കും, അവൻ്റെ വണ്ടി ഓടിയിലിരിക്കും ആമസോണിൻ്റെ അന്നത്തെ ദിവസം. അവൻ വണ്ടി ഓടിച്ച് ഒരുത്തനെ പോയി ഇടിച്ച് അവൻ 2 million സൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ കാല് പോയില്ലെങ്കിൽ അവൻ മരിച്ചു പോയി തീർന്നു. അത്രയും പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു റിസ്ക്കാണ്. അപ്പോൾ ആമസോൺ അങ്ങനെ എടുക്കുവാണ്. ഇപ്പം ഞാൻ പോയിട്ട് അവിടെ ജോലി അപ്ലൈ ചെയ്തു. ഞാൻ നല്ല ഡ്രൈവറാണെന്ന് ഞാൻ പറഞ്ഞാലും ജോലി അപ്ലൈ ചെയ്തു. പക്ഷേ എനിക്കാണെങ്കിലും എത്ര നല്ല ഡ്രൈവറാണെങ്കിലും അങ്ങനെ അതൊരു വലിയ സംഭവമാണ്. കാര്യം ആ ഒരു
ലൈബിലിറ്റി അവരുടെ തലേന്ന് പോയി കിട്ടി ഈ ഒരു സംഭവത്തിൽ. ഇതിലിപ്പോൾ വണ്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ സൂ ചെയ്യാൻ പോകുന്ന ആമസോൺ പറഞ്ഞ് ഞങ്ങളല്ല ഈ കമ്പനിക്ക് ഞങ്ങൾ കോൺട്രാക്ട് എടുത്ത് അവർ പോയി സൂ ചെയ്യാൻ പറയും. അവർ സൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെ സംഭവങ്ങളായിരിക്കും അവിടെ നടക്കത്തുള്ളൂ. പക്ഷേ അതൊരു വലിയ അവിടെയാണ് എനിക്ക് വന്ന ഒരു വലിയൊരു കോസ്റ്റ് കട്ടിങ് നടത്തുന്നത്. പിന്നെ ഇതുപോലെ ഇൻഷുറൻസ് സംഭവങ്ങൾ, അതൊക്കെ ഇത് ഒരു മെയിൻ സംഭവം. പിന്നെ മെയിൻ സംഭവം യൂണിയൻ ആൾക്കാരുണ്ടാക്കുന്നത്. ഇപ്പോൾ ആമസോണാണ് ഇത്രയും പേരെ കയറി എന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രലൊരിതുണ്ട്, അവരുടെ സെൻട്രൽ ഇത്രയും വർക്കേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു പറയുകയാണ് നമുക്കങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഓഫ് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സംഭവം നടത്താൻ അതൊരു വലിയ റിസ്ക്കാണ്. ഓൾ ഓഫ് എ സഡൻ ആമസോണിന് വേണമെങ്കിൽ ഒരു മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇതിലൊരു ഗുണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ്, എല്ലാവരും സ്വയം കോമ്പീറ്റ് ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെയാണ് ആമസോൺ കൊടുത്തത്. അപ്പോൾ ഒരുത്തം പറയുകയാണ്, സോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു ഞങ്ങളെന്നാൽ ചെയ്യാൻ പോകും, കുഴപ്പമില്ല, ഓക്കെ, ബാക്കി ഞങ്ങൾക്ക് 1437 ഉണ്ട്. അപ്പോൾ അവിടെ ഇതുണ്ട്. ഇനി 1437 ഇതാകുമ്പോഴത്തേനും പുതിയ വീണ്ടും ഇൻഡിപെൻഡൻറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആമസോൺ റിസ്ക് വീണ്ടും കുറവാണ്. കാര്യം ആൾക്കാർ ഒരുമിച്ച് യൂണിയനൈസ് ആകത്തില്ല. ഇവനൊരു DSPയുടെ അണ്ടറിലെ ആൾക്കാർ യൂണിയനൈസ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം പൂട്ടിപ്പോകും. ആമസോൺ പറയും ഓക്കെ നിങ്ങൾ വേണ്ടെന്ന് പറയും, ബാക്കി ഇത്രയും പേരുണ്ട്. അപ്പോൾ ആമസോൺ റിസ്ക് ഫ്രീ ആണ്. പിന്നെ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്നാലും ആമസോൺ അതനുസരിച്ച് മെഷേഴ്സ് എടുക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണങ്ങളും ഉണ്ട്. ഇനി വേറെ സംഭവം മംദാനിയുടെ സംഭവം എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അറിയാം ന്യൂയോർക്ക് എത്ര വലിയ മാർക്കറ്റാണെന്ന്. പുള്ളിക്ക് അറിയാം വലിയ ബിസിനസ്സുകൾ അവർക്ക് നിർത്തി പോകാനാണ് പാടാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഇത്രയും വലിയൊരു മാർക്കറ്റിൽ നിന്ന് അവർക്ക് പോകാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി എത്രത്തോളം ഒരാളെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള ഇങ്ങനെ ലിമിറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇത്രയും മില്യൻ്റെ ഞങ്ങൾ ടാക്സ് ചെയ്യും, എനിക്കൊന്ന് സ്റ്റിൽ ആൾക്കാർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ സ്റ്റിൽ നിൽക്കും. അങ്ങനെ പുള്ളി ഓരോരോ ലെവൽ കടന്നു പോകാൻ എത്ര ആൾക്കാരുടെ ഈ മില്യനേഴ്സിൻ്റെ നിന്ന് പൈസ വാങ്ങാമെന്ന്. ഇപ്പോൾ ഈ ആമസോണിൻ്റെ സംഭവം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല ആമസോൺ നിർത്തി പോകുന്നു. പക്ഷേ ആമസോൺ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, അപ്പോൾ ഞങ്ങൾ സാധാരണ സിറ്റികളിൽ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഞങ്ങളന്ന് ഇവിടെ എല്ലാവരും ഞങ്ങൾ ഹയർ ചെയ്യും. ബട്ട് ദെൻ ഡെലിവറി ചാർജ് എല്ലാവർക്കും $4 ഉണ്ട്. സ്റ്റിൽ ആമസോണിന് തന്നെ വിന്ന്. കാര്യം എന്ന് വെച്ചാൽ ആ കോസ്റ്റ് അവർ കൺസ്യൂമേഴ്സിലേക്ക് പാസ് ചെയ്തു. സ്റ്റിൽ ആമസോണിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോൺ ചെയ്യുന്ന റേറ്റിൽ സ്റ്റിൽ ചെയ്യാൻ പറ്റില്ല. കാര്യം ആമസോണിന് ഈ റൂൾ അപ്ലിക്കബിൾ ആണെങ്കിൽ എല്ലാവർക്കും അപ്ലിക്കബിളാണ്. അപ്പോൾ എല്ലാവർക്കും അത് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റിൽ സെയിം സംഭവമാണ്. അപ്പോൾ ആമസോൺ പിടിക്കുന്ന കോസ്റ്റിൽ ചെയ്യാൻ സ്റ്റിൽ പറ്റത്തില്ല. ആമസോൺ പറയും $4 എല്ലാവർക്കും ഡെലിവറി ഫീ, 2 ദിവസം കഴിഞ്ഞിട്ട് ഫുഡ് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞാലും കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവർക്കും സ്റ്റേ സംഭവം ചെയ്യണം, സെയിം രീതിയിൽ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യണം, സെയിം അവർക്കും വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും പ്രശ്നമാണ്. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു സ്റ്റിൽ ആമസോണിന് തകർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവർക്ക് അതിൻ്റെ സ്ട്രാറ്റജി എടുക്കാൻ പറ്റും. പിന്നെ ആമസോൺ എനിക്ക് തോന്നുന്നു ന്യൂയോർക്ക് വിട്ട് പോകത്തുമില്ല. കാര്യം ഇത് ഇത്ര വലിയ മാർക്കറ്റാണ്, അത് പുള്ളിക്കും അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതിലൊരു സൊല്യൂഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഇത് നമ്മുടെ കയ്യിലാണ്. ഇപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് ജീവിതകാലം ഫുള്ള് ചെയ്യേണ്ട വർക്കുകളല്ല. അതൊരു നമ്മൾ വർക്കേഴ്സ് എക്കോണമിയിലേക്ക് കടക്കാനുള്ളൊരു വർക്കാണ്. ഈ ഒരു വർക്ക് വെച്ച് നമ്മൾ പൈസ ഏൺ ചെയ്ത് തുടങ്ങുന്നു. ആ ഒരു പൈസ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വലിയ സംഭവം ചെയ്യുമോ, എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമോ, ഇച്ചിരി ബെറ്റർ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് വേറൊരു ബെറ്റർ ജോലി ചെയ്യുമോ, അങ്ങനെ ചെയ്യേണ്ട ജോലിയാണ്. അല്ലാതെ ഇത് ലൈഫ് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയല്ല. ഇതിപ്പോൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുടെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങൾക്ക് എന്താ പറയുന്നത് എന്നും വർക്കിന് പോകണമെന്നുള്ള റിസ്ക് ഒന്നും ഇല്ല, ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം, ഞങ്ങൾക്ക് ഇച്ചിരി സ്ട്രെസ് ഫ്രീ വേണം, സ്വന്തം രീതിയിൽ ഡെലിവറി ചെയ്ത് നടന്നാൽ മതി, ബട്ട് ദെൻ നമുക്ക് എല്ലാവരുടെ ബെനിഫിറ്റും വേണം. അത് പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ഈസി അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ഇത് ചെയ്താൽ മതി എന്നുള്ളൊരു ആർഗ്യുമെൻറ്റും ഉണ്ട്. അപ്പോൾ ആൾക്കാരും കൂടി അത് മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ബെറ്ററാണ് കമ്പയർഡ് ടു ഈ ഒരു സംഭവം. പക്ഷേ ഈ ഒരു സംഭവം ഇതിന് മറ്റേ ആംഗിൾസ് ഉണ്ട് ഇതിൽ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ജയിക്കാൻ പോകുന്നു. ഒരു സൈഡിൽ ഇപ്പോൾ വർക്കേഴ്സ് ഇപ്പോൾ ഇവർക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം സൈഡിൽ അവിടുത്തെ കൺസ്യൂമേഴ്സിന് നഷ്ടം വരും. അപ്പോൾ വിൻ വിൻ സിറ്റുവേഷൻ ആർക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്ക് നമ്മൾ ആ കൺസെപ്റ്റിലെത്തി. റിസ്ക് നിനക്ക്, പ്രോഫിറ്റ് എനിക്ക്. റിസ്ക് നിനക്ക്, പ്രോഫിറ്റ് എനിക്കുന്നുള്ളത് ഓക്കെ, അത് അങ്ങനെയും കാണാം. ശരിയാണ്. അത് ഒരു രീതിയിൽ അങ്ങനെ എത്തി. കാര്യം നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്താ സൊല്യൂഷൻ ഉള്ളത്? നാളെ ആമസോണിലെ ബോർഡ് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്ര റവന്യൂ ഉണ്ടെങ്കിൽ ഇച്ചിരി കൊടുക്കാം. ഞാൻ ഈ ചെറിയ പൈസ അല്ല ഇവിടെ പ്രശ്നം, ബെനിഫിറ്റുകളാണ് പ്രശ്നം. ആൾക്കാർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റുകൾ ബെനിഫിറ്റ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അവർക്ക് വേണ്ടത് കൊടുത്തത്. ഇപ്പോൾ ലെറ്റ്സ് ഈ പറഞ്ഞ ഡ്രൈവർ ആണെങ്കിൽ എത്ര 10 മണിക്കൂർ വണ്ടി പിടിച്ചിട്ട് ബ്രേക്ക് പോരില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ആവശ്യത്തിനുള്ളത് കൊടുക്കുക. അതിൻ്റെ ആവശ്യം അതിലൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് നമ്മൾ പറയുവാണ് അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നാളെ വരാൻ പോകുന്ന ചിലപ്പോൾ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും ഇനി മുതൽ ആമസോണിൽ ഡ്രൈവർ ആണെങ്കിൽ ഈ ഒരു കോഴ്സ് ചെയ്ത് നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ട് തന്നെ. ഇപ്പോൾ ഒരു ഗുണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആമസോണിലെ ഡ്രൈവർ ആണെങ്കിൽ എനിക്ക് ജസ്റ്റ് G ലൈസൻസ് മതി. എന്ന് വെച്ചാൽ സാധാരണ കാർ ഓടിക്കുന്ന ലൈസൻസും കൊണ്ട് എനിക്ക് എന്നിട്ട് നാളെ മുതൽ എനിക്ക് ഡ്രൈവർ ആവും. അല്ലാതെ ഒരു റീസണും കൂടെ വേണ്ടേ? ഐ മീൻ എന്തിൻ്റെ സർട്ടിഫിക്കേഷൻ ആയിരിക്കും? ഒരു എക്സാമ്പിൾ പറയുമോ? ഫുൾ കോഴ്സ് എന്ന് വെച്ചാൽ കോഴ്സ് ഉണ്ടാക്കാനാണ് പാട്. കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻടോക്സിക്കേഷൻ ചെയ്യരുത്, വണ്ടി എങ്ങനെ ഓടിക്കണം, എന്തൊക്കെ നോക്കണം, ഒരു പുതിയ ലൈസൻസ് ഇറക്കുന്നു. ഇപ്പോൾ നമ്മൾ ട്രക്ക് ഓടിക്കാൻ ഒരു ലൈസൻസ് ഉണ്ട്, അപ്പം സെയിം രീതിയിൽ അതുപോലത്തെ ഒരു ലൈസൻസ് ഇറക്കുന്നു. ആ ലൈസൻസിന് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യണം. അല്ല, ട്രക്ക് ഓടിക്കുന്ന ലൈസൻസിന് റീസൺ ഉണ്ട്. ട്രക്ക് ഓടിക്കുന്നത് കാർ പോലെ അല്ല. അത് ഇതിനൊരു കാരണമുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ നമ്മൾ കാർ ഓടിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ലൈബിലിറ്റി പോലത്തെ അല്ല, ആമസോണാണ് ലൈബിലിറ്റി. ആമസോൺ മേക്ക് ഷുവർ ആണ് അത്രയും സ്കിൽഡ് ഡ്രൈവർ ആണെന്ന്, അത്രയും സംഭവങ്ങൾ, അത്രയും എക്സ്ട്രീം കണ്ടീഷൻസ് കൂടെ വണ്ടി ഓടിച്ച് കാണിക്കണം എന്നുള്ള ഒരു സംഭവം വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഊബർ എനിക്ക് ഡ്രൈവർ ആണെങ്കിൽ ഇതാണ്ട് 10 മിനിറ്റ് മതി. ജസ്റ്റ് ഊബറിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുന്നു, എൻ്റെ ഡീറ്റെയിൽസ് അടിക്കുന്നു, ഞാൻ കയറുന്നു, ഞാനിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഊബർ സ്റ്റാർട്ട് ചെയ്തു, തീർന്നു അവിടെ.
വെരിഫിക്കേഷൻ എല്ലാം ഇൻസ്റ്റൻ്റ് ആണ്. നാളെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സെയിം സംഭവം ഊബറിൽ പറയുകയാണ്, ഇല്ല ഊബർ ബെനിഫിറ്റ് കൊടുക്കണം, ഊബർ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വണ്ടി അതിൽ ഇടിച്ചിട്ട് ഊബർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഊബർ പറയും ഈ സംഭവം എല്ലാം മാറ്റും. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇതിൽ ഡിപ്പെൻഡൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന ആൾ ഒരു കാർ എടുത്ത ആൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഊബർ സെറ്റ് ചെയ്താൽ വലിയ മാർജിനൊന്നും അല്ല, എന്നാലും ചെറിയ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് വർക്ക് പൈസ എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റും, ആ പൈസ ഉപയോഗിച്ച് വേറെ വർക്കിലേക്ക് കടക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ എടുത്ത് കളവ് ചെയ്യുന്നത് അവിടെ എന്ന് വെച്ചാൽ ഊബർ പറയണം ഊബർ കോഴ്സ് ചെയ്യണം, $10,000 ഒരു കോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഊബറും ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഊബർ പിന്നെ ഉണ്ടാവില്ല. അത് ഒന്നാമത്തെ കാര്യം. ആരും ഊബർ ചൂസ് ചെയ്യത്തില്ല, ഊബറോടെ പൂട്ടിപ്പോണ്ടി വരും. ഊബർ പൈസ പേ കൂടുതൽ ചെയ്യില്ല, അപ്പോൾ ഊബർ എക്സ്ട്രാ പൈസ കൂടുതൽ പേ ചെയ്യും നിങ്ങൾ ഈ കോഴ്സ് എടുത്ത് വരുന്ന ആൾക്കാർ. അപ്പോൾ ആൾക്കാർ നല്ലതല്ലേ അത്? അങ്ങനെ നീ അപ്പോൾ പറയുന്നത് പേ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? നീ പറയുന്നത് റീസണബിൾ ആണെങ്കിൽ നീ ആലോചിക്കുക. അതായത് ഇപ്പോൾ ആമസോൺ ഇന്ന ലയബിലിറ്റി ഞങ്ങൾ എടുക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് പാസ്സാകണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജോലിക്ക് എടുക്കുകയുള്ളൂ, ഇത്ര ഇന്നതാണ് പേ. റീസണബിൾ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും, ആളുകൾ ആ കോഴ്സ് എടുക്കും, ജോലിക്ക് പോകും. റീസണബിൾ അല്ലെന്നുണ്ടെങ്കിൽ ആമസോൺ. പക്ഷെ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്കെയിലിൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര സ്കിൽഡ് ഡ്രൈവേഴ്സിനെയും ഇത്രയും കോഴ്സ് എടുത്ത് വില്ലിംഗ്ലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയും കിട്ടത്തില്ല. അപ്പോൾ ആമസോൺ തന്നെയാണ് കുഴപ്പം. അപ്പോൾ ആമസോൺ സ്റ്റിൽ ആമസോണിന്റെ ഡെലിവറിക്ക് ഇഷ്യൂസ് ഉണ്ടാകാൻ തുടങ്ങും. അതുപോലുള്ള ഒരു 1 day ഡെലിവറി സെറ്റപ്പ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആമസോൺ എല്ലാവരും അത് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ആ കേസിൽ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കോഴ്സിന്റെ ഒരു ആവശ്യമില്ല, ആകപ്പാടെ ഒരു ഒറ്റ ആവശ്യം സംഭവം എന്ന് വെച്ചാൽ സാധാരണ ഉള്ള പോലെ തന്നെ ബോധത്തോടു കൂടി വണ്ടി ഒഴിയുന്ന ഒരു വേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ വരുന്ന ഡെലിവറിയുടെ ഓർഡേഴ്സ് എന്ന് പറയുന്നത് എനിക്കൊന്നും വീക്ക്ലിയോ എത്രയോ 20 million എന്തോ ഓർഡേഴ്സാണ് വരുന്നത്. അപ്പം വേറൊരു ഇവർക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിസ്റ്റം 1 day ഡെലിവറി ആണെങ്കിൽ ഇവർക്ക് മാക്സിമം ഡെലിവറി തീർക്കാൻ പറ്റും. ഇതല്ലാത്ത കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിനും അല്ലെങ്കിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുക. 2 ദിവസം കൊണ്ട് ഇവർക്കൊരു ഏരിയ കവർ ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അവർക്ക് എന്തുമാത്രം കവർ ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അത്ര ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ആലോചിക്കുന്നത്. ഓർഡേഴ്സ് ഉള്ളപ്പോൾ അവരതനുസരിച്ച് വർക്കേഴ്സിനെ അതുപോലെ ട്രീറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞറിയിക്കും, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഫുൾ ഡിബേറ്റ് നിങ്ങൾ ഇതുവരെ കണ്ടിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എവിടെ ആ ഒരു ലൈൻ വരയ്ക്കും, നിങ്ങളുടെ എന്താണ് തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻ, ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള തോട്ട്സ് പറഞ്ഞറിയിക്കുക. ബിക്കോസ് വി റിയലി വാണ്ട് ടു നോ.